ക്രിസ്മസിനും പുതുവത്സരത്തിനും ആശംസ കാർഡുകൾ അയക്കുന്ന കാലം കഴിഞ്ഞു. ഇന്ന് നവമാധ്യമങ്ങളായ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയുമാണ് പുതുതലമുറ ആശംസകൾ കൈമാറുന്നത്. എന്നാൽ എല്ലാ വർഷവും 2000-ലധികം പേർക്ക് സ്വന്തം കൈപ്പടയിൽ പുതുവത്സരാശംസകൾ എഴുതി അയക്കുന്ന ഒരാളുണ്ട് ഇടുക്കി ജില്ലയിലെ മുനിയറ എന്ന ഗ്രാമത്തിൽ. ആന്റണി മുനിയറ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനുമാണ് ഇദ്ദേഹം. പോസ്റ്റ് കാർഡുകളിലാണ് ഇദ്ദേഹം ആശംസകൾ എഴുതുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാർഡിന് 5 പൈസ വിലയുള്ളപ്പോൾ തുടങ്ങിയതാണ് ആന്റണി മുനിയറയുടെ ഈ ശീലം. ഇപ്പോൾ കാർഡിന് 50 പൈസ ആയപ്പോഴും ഇദ്ദേഹം അയക്കുന്ന ആശംസ കാർഡുകളുടെ എണ്ണത്തിലും വർധനമാണുള്ളത്. പതിവായി കത്തെഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും തിരക്കുകൾക്കിടയിൽ അത് സാധിക്കാറില്ലെങ്കിൽ പോലും വർഷത്തിലൊരിക്കലെങ്കിലും സുഹൃത്തുക്കൾക്ക് ഞാൻ കത്തുകൾ എഴുതാറുണ്ട്. അത് പോസ്റ്റ് കാർഡിലാണ് എഴുതാറുള്ളത്. 5 പൈസ പോസ്റ്റ് കാർഡിന് വിലയുള്ള കാലഘട്ടത്തിൽ എഴുതി തുടങ്ങിയതാണ്. ഇപ്പോൾ പോസ്റ്റ് കാർഡിൻ്റെ വില 50 പൈസയാണെങ്കിൽ പോലും ഞാൻ കത്തെഴുത്ത് തുടരുകയാണ്. എത്രത്തോളം എഴുതാൻ പറ്റുന്നുവോ അത്രത്തോളം കാലം എഴുതണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കഴിഞ്ഞ വർഷത്തെ പുതുവത്സരത്തെ വരവേൽക്കാൻ ഇദ്ദേഹം 2015 കാർഡുകളാണ് എഴുതിയിരുന്നത്. ഇത്തവണ അത് 2016 ഓരോ സുഹൃത്തിനും അയാളുമായുള്ള സ്വകാര്യ സൗഹൃദ നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വ്യത്യസ്ത വരികളാണ് ഇദ്ദേഹം എഴുതുന്നത്. ഡിസംബർ 1-ാം തീയതി മുതൽ കാർഡുകൾ എഴുതി തുടങ്ങും. 1 മാസത്തോളം എടുത്താണ് 2000-ലധികം കാർഡുകൾ ആന്റണി മുനിയറ തയ്യാറാക്കുന്നത്. ക്രിസ്മസ് പുതുവത്സരാശംസ കാർഡുകളെ പുതുതലമുറ മറന്നുവെങ്കിലും പഴയ ഈ ശീലം ഇന്നും മറക്കാതെ കൊണ്ടു നടക്കുകയാണ് ഇദ്ദേഹം. സൽജി ഇടുത്തോ, മീഡിയ ന്യൂസ്, കട്ടപ്പന.